Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. Today we will be continuing with the chapter Respiration in Plants. നമ്മൾ NCERT എക്സാംബർ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ 5th ക്വസ്റ്റ്യൻ വരെ സോൾവ് ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡയറക്ട്ലി 6th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചെയ്യുന്നത് 6th ക്വസ്റ്റ്യൻ. 6th question very short answer type 6th question ചോദിച്ചിരിക്കുന്നത് which of the following will release more energy on oxidation, arrange them in ascending order. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കൂടുതൽ എനർജി, ഇതിൽ ഏത് സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനർജി റിലീസ് നടക്കുന്നത്, ആൻഡ് അത് അറേഞ്ചും ചെയ്യണം എങ്ങനെ, അസെൻഡിങ് ഓർഡറിൽ. 1 gram ഓഫ് ഫാറ്റ് ഉണ്ട്, 1 gram ഓഫ് പ്രോട്ടീൻ ഉണ്ട്, 1 gram ഓഫ് ഗ്ലൂക്കോസ് ഉണ്ട്, 0.5 gram പ്രോട്ടീൻ പ്ലസ് 0.5 gram ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ ചോദിച്ചിരുന്ന കോൺസെപ്റ്റ് എന്തിനെ പറ്റിയാണ്, കലോറിഫിക് വാല്യൂ ഓഫ് ഈച്ച് സബ്സ്ട്രേറ്റ് ഓൺ ഓക്സിഡേഷൻ. ഇനി എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം റെസ്പിറേഷന് ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റ്, റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ആവാം, ഫാറ്റ് ആവാം, പ്രോട്ടീൻ ആവാം, ഗ്ലൂക്കോസ് ആവാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. ഇപ്പൊ ഇതിൽ ഓരോ സബ്സ്ട്രേറ്റ് എടുത്ത് നോക്കുമ്പോഴും ഏതിനാണ് എത്ര എനർജിയാണ് ഓരോ സബ്സ്ട്രേറ്റ് വീതം റിലീസ് ചെയ്യുന്നതെന്നുള്ള വാല്യൂ തന്നിരിക്കുന്നതാണ് ഏത്, കലോറിഫിക് വാല്യൂ. ഇനി എന്താണിത്, അതായത് വേരിയസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഓക്സിഡേഷൻ നടന്നു കഴിയുമ്പോൾ എനർജി പ്രൊഡക്ഷൻ നമ്മൾ മെഷർ ചെയ്ത് ഓരോ സബ്സ്ട്രേറ്റിന്റെ കലോറിഫിക് വാല്യൂ ഇത്രയാന്ന് നമ്മൾ പറയും. അപ്പോൾ വാട്ട് ഇസ് കലോറിഫിക് വാല്യൂ? എനർജി പ്രൊഡ്യൂസ്ഡ് ഓൺ ഓക്സിഡേഷൻ ബൈ ഡിഫറെന്റ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ്. അപ്പോൾ കലോറിഫിക് വാല്യൂ അറിയോന്നാണ് ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഫാറ്റ് ഉണ്ടായിരുന്നു, പ്രോട്ടീൻ ഉണ്ടായിരുന്നു, ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു, ആൻഡ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, 0.5 gram പ്രോട്ടീൻ പ്ലസ് 0.5 gram ഗ്ലൂക്കോസ്. അപ്പൊ നമ്മൾ ഈ ഓരോന്നിന്റെയും കലോറിഫിക് വാല്യൂ എത്രയാന്നുള്ളത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. അതില് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് ഗ്ലൂക്കോസിന്റെ ആയിരുന്നു, വിച്ച് ഇസ് അറൌണ്ട് 4.1 കിലോ കാലറി പെർ ഗ്രാം. 1 gram ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 4.1 കിലോ കാലറീസ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ പഠിച്ച ഏതിന്റെ ആയിരുന്നു? പ്രോട്ടീന്റെ ആയിരുന്നു, വിച്ച് ഇസ് അറൌണ്ട് 5.65 കിലോ കാലറി പെർ ഗ്രാം. ഇനി ഫാറ്റിന്റെ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ കണ്ടത് ഫാറ്റിനായിരുന്നു, വിച്ച് ഇസ് 9.45 കിലോ കാലറി പെർ ഗ്രാം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് 1 gram ഫാറ്റിന്റെ ആണ്. അപ്പോൾ ഒന്നാമത് തന്നിരിക്കുന്നത് ജസ്റ്റ് 1 gram ഫാറ്റ്, 1 gram പ്രോട്ടീന്റെ എത്രയാണ്? 5.65 കിലോ കാലറീസ്. തേർഡ് ഓപ്ഷൻ ചോദിച്ചിരുന്നത് ഏതാണ്? സി ഓപ്ഷൻ തന്നിരിക്കുന്നത് 1 gram ഗ്ലൂക്കോസ്. 1 gram ഗ്ലൂക്കോസിൻ്റെത് എത്രയാണ്? 4.1 കിലോ കാലറീസ്. ഇനി ഫോർത്ത് ഓപ്ഷൻ ഹാഫ് ഗ്രാം പ്രോട്ടീനും 0.5 gram ഗ്ലൂക്കോസും ആയിരുന്നു. അപ്പോൾ 0.5 gram പ്രോട്ടീൻ പ്ലസ് 0.5 gram ഗ്ലൂക്കോസ്, ഇതിന്റെ എത്രയായിരിക്കും? 1 ഗ്രാമിന് 5.65. അപ്പോ അതിന്റെ ഹാഫ് ആയിട്ട് എടുക്കാം. നമുക്ക് നിയർലി എത്രയായിട്ട് എടുക്കാം? 5.6 ആണെങ്കിൽ 2.8ന്റെ ഓൾമോസ്റ്റ് വരും, 2.8 കിലോ കാലറീസ്. അത് പ്രോട്ടീന്റെ. പ്ലസ് ഗ്ലൂക്കോസിന്റെ പകുതി എത്രയായിരിക്കും? 4 ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് 2 വരും, വിച്ച് ഇസ് 4.8 കിലോ കാലറീസ്. അപ്പോ ഇതിലിനി അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അസെൻഡിങ് ഓർഡർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഏറ്റവും കുറവ് ഇതിലേതാണ്? 1 gram ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പൊ അത് ആദ്യം എഴുതാം, 1 gram ഗ്ലൂക്കോസ്. അത് കഴിഞ്ഞ് ഏതാണ് നമ്മൾ കണ്ടത്? 0.5 gram പ്രോട്ടീനും 0.5 gram ഗ്ലൂക്കോസും. 0.5 gram പ്രോട്ടീൻ പ്ലസ് 0.5 gram ഗ്ലൂക്കോസ്. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ ഏതിനാണ്? 1 gram പ്രോട്ടീൻ. 1 gram പ്രോട്ടീൻ ആൻഡ് ഏറ്റവും കൂടുതൽ ഏതിനാണ്? 1 gram ഫാറ്റിന്. 1 gram ഫാറ്റ്. അപ്പോ ഇതിന്റെ അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? 6th ക്വസ്റ്റ്യൻ ഏറ്റവും കുറവ് ഗ്ലൂക്കോസിന്റെ 1 gram, അത് കഴിഞ്ഞ് പ്രോട്ടീൻ പ്ലസ് ഗ്ലൂക്കോസിന്റെ ഹാഫ് ആയിരുന്നു, ആൻഡ് അത് കഴിഞ്ഞ് പ്രോട്ടീൻ കണ്ടു, ആൻഡ് ഫൈനലി ഫാറ്റ് ആണ് ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് 6th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി 7th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ്
ഓപ്ഷൻ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് എന്ത് അണ്ടർ ഹൈപ്പോക്സിയ ഓക്സിജൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഓക്സിജൻ കുറഞ്ഞ അവസ്ഥയിൽ പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് ഇൻ സ്കെലിറ്റൽ മസിൽ ആൻഡ് നെയറോബിക് ഫെർമെന്റേഷൻ ഇൻ ഈസ്റ്റ് ആർ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇത് ഡിറക്റ്റ് ക്വസ്റ്റൻ ആണ്. NCERT ഡിറക്റ്റ് ടേബിളും കാര്യത്തിലൊക്കെ തന്നിരിക്കുന്ന സാധനം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാന്നുള്ള രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പോ സ്കെലിറ്റൽ മസിലില് എന്താണ് സ്കെലിറ്റൽ മസിലില് ഏതൊരു ബാക്കിയുള്ള നോർമൽ ടിഷ്യൂലെ പോലെ തന്നെ എയറോബിക് ഗ്ലൈക്കോളിസിസ് ആണ് നടക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് എന്തായിരിക്കും നമുക്കറിയാം എന്ത് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ട് ആൻഡ് എയറോബിക് ഗ്ലൈക്കോളിസിസ് എന്താണ് അതിൽ ഓക്സിജൻ റിക്വയർമെന്റ് ഇല്ല. അപ്പൊ എയറോബിക് ആയാലും അനേറോബിക് ആയാലും ഗ്ലൈക്കോളിസിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും പൈറുവിക് ആസിഡ്. ഇനി നെയറോബിക് ഫെർമെന്റേഷൻ ആണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇൻ ഈസ്റ്റില് നെയറോബിക് ഫെർമെന്റേഷൻ ആണെങ്കിൽ പ്രോഡക്റ്റ് എന്തായിരിക്കും എഥനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയാണ് ഏത് നമ്മൾ പഠിച്ചത് അനേറോബിക് ഫെർമെന്റേഷൻ ഇൻ ഈസ്റ്റില്. ഇത് ആക്ച്വലി ഏത് ടേബിൾ ബേസ് ചെയ്തിട്ടാണ് NCERT ഒരു ടേബിൾ കൊടുത്തിരുന്നു. ആ ടേബിൾ എങ്ങനെയായിരുന്നു? ആദ്യം ആ ടേബിൾ കാണിച്ചിരിക്കുന്നത് എന്താണ് എയറോബിക്കും അനേറോബിക് റെസ്പിറേഷനും ഗ്ലൂക്കോസ് സബ്സ്ട്രേറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ടേബിൾ ആണ്. അപ്പൊ വെൻ ഗ്ലൂക്കോസ് ഇസ് ദ സബ്സ്ട്രേറ്റ് എന്ത് പറ്റുന്നു? ആദ്യം നമുക്കറിയാം ഗ്ലൂക്കോസ് ഏത് പാത്വേ അണ്ടർഗോ ചെയ്യും? ഗ്ലൈക്കോളിസിസ് അണ്ടർഗോ ചെയ്യും. ആൻഡ് അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫൈനലി എന്ത് ഫോം ചെയ്യും? പൈറുവിക് ആസിഡ്. ഇനി ഈ പൈറുവിക് ആസിഡിന് എന്തൊക്കെ ഫേറ്റ് ആവാം? അതായത് നമുക്കറിയാം എയറോബിക് ഗ്ലൈക്കോളിസിസ് ഇൻ മസിൽ ആണെങ്കിൽ ഇൻ കേസ് ഓഫ് എയറോബിക് എന്ത് പറ്റും? പൈറുവിക് ആസിഡിന് പതുക്കെ ഇൻ ഹൈപ്പോക്സിയ എന്നും കൂടി എഴുതുന്നത്. അതായത് ഓക്സിജൻ റിക്വയർമെന്റ് അങ്ങോട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പതുക്കെ പൈറുവിക് ആസിഡ് എന്ത് പറ്റും? പതുക്കെ ലാക്ടിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ലാക്ടിക് ആസിഡ് അക്യൂമുലേഷൻ മസിലിൽ ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് മസിൽ ക്രാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നെയറോബിക് ഫെർമെന്റേഷൻ ഇൻ ഈസ്റ്റ്. ഈ പൈറുവിക് ആസിഡ് ലാക്ടിക് ആസിഡ് എന്തിന്റെ ഇത് ഡിറക്റ്റ് കൺവേർഷൻ അല്ല, ഒരു പല മൾട്ടിപ്പിൾ സ്റ്റെപ്സ് വഴിയിലെ കൺവേർഷൻ ആണ്. ആൻഡ് ഇതിന്റെ കൂടെ എന്തും കൂടി നടക്കുന്നുണ്ട്, ഒരു NADH+H+ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? NAD+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നെയറോബിക് ഫെർമെന്റേഷൻ ഇൻ ഈസ്റ്റ് എടുത്ത് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? നമുക്കറിയാം പൈറുവിക് ആസിഡ് ഇവിടെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? എഥനോൾ ആൻഡ് CO2. ഇവിടെ എന്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്? NADH+H+ കൺവേർട്സ് ഇൻടു NAD+. NCERT കൊടുത്തിരിക്കുന്ന ഈ ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഷോർട്ട് ആൻസർ ടൈപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? If a person is feeling dizzy, glucose or fruit juice is given immediately, but not a cheese sandwich. Explain ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ ഡിസി ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് ലോ എനർജി സ്റ്റേറ്റിൽ ആവുമ്പോൾ നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത് എന്താണ്? ഈസിലി അബ്സോർബിൾ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം. എന്നാലേ നമുക്ക് എന്തറിയാൻ പറ്റുള്ളൂ? അയാൾക്ക് അത് അബ്സോർബ് ചെയ്ത് ഈസിലി എന്ത് റിലീസ് ചെയ്യാൻ പറ്റൂ? എനർജി റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കുന്നത് ആൻഡ് നോട്ട് എ ചീസ് സാൻഡ്വിച്ച്? അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ഓഫ് എനർജി ഇൻ ബോഡി ടിഷ്യൂസ് മീറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തെടുക്കുമ്പോഴാണ്? ഏതെങ്കിലും സിംപ്ലസ്റ്റ് ഷുഗർ എടുക്കുമ്പോഴാണ്. കാരണം എന്താ? ഇൻടേക്ക് ഓഫ് സിംപ്ലസ്റ്റ് ഷുഗർ. കാരണം എന്താണ്? സിംപ്ലസ്റ്റ് ഷുഗർ ആവുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? റെഡിലി അബ്സോർബിൾ ആയിരിക്കും. ഈസിലി absorbable through intestine, thus providing instant energy. അപ്പൊ നമ്മൾ ഏത് സിംപ്ലസ്റ്റ് ഷുഗർ ആണ് മോസ്റ്റ്ലി കൊടുക്കുക? ഗ്ലൂക്കോസ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്ത് കൊടുക്കും? ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസസ് കൊടുക്കും. അതിൽ ഏതെങ്കിലും സിംപ്ലസ്റ്റ് ഷുഗർ ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ അബ്സോർബ് ചെയ്ത് എനർജി റിലീസ് ചെയ്ത് ബോഡിയുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നു വിചാരിച്ചു. ഇനി നമ്മൾ ചീസ് സാൻഡ്വിച്ച് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ഉത്തരം എന്തായിരിക്കും? ചീസ് സാൻഡ്വിച്ച് എന്താണ്? ചീസ് സാൻഡ്വിച്ചിൽ ഏറ്റവും കൂടുതൽ ഫാറ്റ്സും പ്രോട്ടീനും ആയിരിക്കും പ്രസന്റ്. പക്ഷെ കലോറിഫിക് വാല്യൂ വെച്ച് ഫാറ്റിന്റെയും പ്രോട്ടീന്റെയും എന്താണ് ഗ്ലൂക്കോസിന്റെ എനർജി റിലീസിനെ കാട്ടിയും കൂടുതലാണ്. ഫാറ്റിന്റെ അറൌണ്ട് 9.45 കിലോ കാലറിയാണ് നമ്മൾ കണ്ടത് പെർ ഗ്രാം. പക്ഷെ പ്രശ്നം എന്താണ്? എനർജി കൂടുതൽ റിലീസ് ചെയ്യുമെങ്കിലും നമ്മുടെ ആ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല? ഈ ഫാറ്റ്സിനെയും പ്രോട്ടീനെയും പറ്റില്ല. കാരണം എന്താണ്? ദേ നീഡ് time to get digested
and absorbed. Thus, ഇൻസ്റ്റന്റ് എനർജി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സമയം എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് എമർജൻസി സിറ്റുവേഷനിൽ ചീസ് ആൻഡ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ കണ്ടെയ്നിങ് സാധനങ്ങൾ നമ്മൾ കൊടുക്കാറില്ല. അപ്പോ ഇത്രയാണ് ഏത് ക്വസ്റ്റ്യൻ ആൻസർ? ഷോർട്ട് ആൻസർ ടൈപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ചോദിച്ചിരിക്കുന്നത് എന്താ? എയറോബിക് റെസ്പിറേഷൻ ഇസ് മോർ എഫിഷ്യന്റ്. നമുക്കറിയാം റെസ്പിറേഷൻ ഏതാണ്? എയറോബിക് ആവാം, അനേറോബിക് ആവാം. ഇതിൽ എയറോബിക് റെസ്പിറേഷൻ മോർ എഫിഷ്യന്റ് ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഒന്നാമത്തെ കാര്യം നമുക്കറിയാം എന്ത് എയറോബിക് റെസ്പിറേഷനിൽ എന്ത് നടക്കുന്നുണ്ട്? കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ, അതായത് നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന കമ്പൗണ്ട്സ്, കോംപ്ലക്സ് കമ്പൗണ്ട്സ് ഇമ്മീഡിയറ്റ്ലി കംപ്ലീറ്റ്ലി എന്താവുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോ ഇറ്റ് ഹാസ് എ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ടു ഗിവ് എന്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ആൻഡ് അതിന്റെ കൂടെ തന്നെ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? എനർജി, മോർ എനർജി റിലീസ്ഡ് എയറോബിക് കണ്ടീഷനിൽ. ഇനി അനേറോബിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഫെർമെന്റേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അതിൽ പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് മാത്രമേ നടക്കുന്നുള്ളൂ. പാർഷ്യൽ ബ്രേക്ക് ഡൗൺ മാത്രമേ അതിൽ നടക്കുന്നുള്ളൂ. ആൻഡ് അതിന്റെ കൂടെ തന്നെ എന്താണ് നെറ്റ് ഗെയിൻ ഓഫ് ATP നോക്കുമ്പോൾ ഫോർ ഈച്ച് മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു പൈറുവിക് ആസിഡ് നമുക്ക് എത്ര കിട്ടുന്നുള്ളൂ? ഓൺലി 2 ATPs, which is very 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 less compared to aerobic respiration. അപ്പോ എന്തുകൊണ്ടായിരിക്കും നമ്മൾ എയറോബിക് റെസ്പിറേഷനെ മോർ എഫിഷ്യന്റ് വിളിക്കുന്നത്? അതായത് പെർ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് നമ്മൾ കൺവേർഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്നുണ്ട് ആൻഡ് ഇറ്റ് അണ്ടർഗോസ് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ. പക്ഷെ ഫെർമെന്റേഷന്റെ പാർഷ്യൽ ബ്രേക്ക് ഡൗൺ മാത്രമേ നടക്കുന്നുള്ളൂ ആൻഡ് ജസ്റ്റ് 2 ATP, വലിയ എനർജി റിലീസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് എയറോബിക് റെസ്പിറേഷന് കൂടുതൽ എഫിഷ്യൻസി ഉണ്ട് നമ്മൾ വിളിക്കുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? പൈറുവിക് ആസിഡ് ഇസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ്. What are the 3 metabolic products of pyruvic acid produced under aerobic and anaerobic condition? Write their name in the space provided in the diagram. അപ്പൊ ഫസ്റ്റ് ഗ്ലൂക്കോസ് വന്നിട്ടുണ്ട്. ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് നടക്കുന്നുണ്ട്? അപ്പൊ അതൊക്കെ ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് 3-phosphoglyceric ആസിഡ് ആവുന്നുണ്ട്. PEP ഉണ്ടാവുന്നുണ്ട്, ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. ഫൈനലി എന്താവുന്നുണ്ട്? പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. ഇനി പൈറുവിക് ആസിഡ് വിച്ച് ഇസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിന് 3 മെറ്റബോളിക് പ്രോഡക്ട്സ് ഏതാണ് അണ്ടർ എയറോബിക് ആൻഡ് അനേറോബിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതും ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് NCERT കൊടുത്തിരിക്കുന്ന ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ ആണ് കംപ്ലീറ്റ്ലി അണ്ടർഗോ ചെയ്യുന്നെങ്കിൽ പൈറുവിക് ആസിഡ് പതുക്കെ എന്ത് നടക്കും? ലിങ്ക് റിയാക്ഷൻ നടക്കും. ലിങ്ക് റിയാക്ഷൻ കഴിഞ്ഞ് എന്തുണ്ടാവും? അസറ്റൈൽ കോഎൻസൈമ് ഉണ്ടാവും. അത് ക്രെബ്സ് സൈക്കിൾ എൻ്റർ ചെയ്യും. അത് കഴിഞ്ഞ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അണ്ടർഗോ ചെയ്യും ആൻഡ് ഫൈനലി എന്തുണ്ടാക്കും? CO2 പ്ലസ് H2O, അതായത് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നു ഇൻ കേസ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. ഇനി സ്കെലിറ്റൽ മസിലില് ചെറിയ ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഓക്സിജൻ കുറയുന്ന കണ്ടീഷൻ വന്നാൽ പൈറുവിക് ആസിഡ് എന്ത് പറ്റും? ഓക്സിജൻ റിക്വയർമെന്റ് കൂടുതലാണ് ഇൻ സ്കെലിറ്റൽ മസിൽസ് ഡ്യൂറിങ് എക്സസൈസ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്ത് പറ്റും? ലാക്റ്റിക് ആസിഡ് ആണ് പൈറുവിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ഇതോ അല്ലെങ്കിൽ ഈസ്റ്റിലെ ഫെർമെന്റേഷനിൽ പൈറുവിക് ആസിഡ് എന്തുണ്ടാക്കും? എഥനോൾ പ്ലസ് CO2. അപ്പൊ ഇതാണ് 3 ഫേറ്റ്സ് ഓഫ് പൈറുവിക് ആസിഡ് ഇൻ എയറോബിക് ആൻഡ് അനേറോബിക് കണ്ടീഷൻ. ജസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാത്രമേ ഉള്ളൂ. ഈസിയാണ്. NCERT കൊടുത്തിരിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യനും ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് the energy yield in terms of ATP is higher in aerobic respiration than anaerobic respiration. Why anaerobic respiration occurs even in organisms that live in aerobic condition like human beings and angiosperms ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ്? എയറോബിക് റെസ്പിറേഷനിലാണ് കൂടുതൽ നെറ്റ് എനർജി റിലീസ് കാണുന്നത് ദാൻ അനേറോബിക് റെസ്പിറേഷൻ. അനേറോബിക് റെസ്പിറേഷൻ ജസ്റ്റ് നെറ്റ് ATP വെറും 2 ATPയോ മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് വൈ ഇസ് അനേറോബിക് റെസ്പിറേഷൻ occurs? അപ്പൊ അങ്ങനെയാണെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ മോർ എഫിഷ്യന്റ് ആണെന്ന് നമുക്കറിയാം. സ്റ്റിൽ പിന്നെ അനേറോബിക് റെസ്പിറേഷന്റെ ആവശ്യം എന്താണ്? ഈവൻ ഇൻ എയറോബിക് കണ്ടീഷനിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആൻജിയോസ്പേംസ്.
അതിന്റെ ആൻസർ എന്തായിരിക്കും? അതായത് നമുക്കറിയാം ബോഡി കണ്ടീഷൻസ് വേരിയബിൾ ആണ്. ഈവൻ ഇൻ എയറോബിക് കണ്ടീഷനിൽ ജീവിക്കുന്ന ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേംസ് എടുത്ത് നോക്കിയാൽ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 4, എയറോബിക് കണ്ടീഷൻസിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് എടുത്ത് നോക്കിയാലും നമ്മുടെ ബോഡി കണ്ടീഷൻസ് വേരിയബിൾ ആണ് ആൻഡ് എപ്പോഴും ഓക്സിജൻ റിക്വയർമെന്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോ നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഇൻ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സിന് എക്സാമ്പിൾ എടുത്താൽ നോർമൽ കണ്ടീഷൻസിൽ എന്ത് പറ്റുന്നു? എയറോബിക് റെസ്പിറേഷൻ അണ്ടർഗോ ചെയ്യുന്നു. പക്ഷേ എന്ത് പറ്റുന്നുണ്ട്? അണ്ടർ എക്സസൈസോ അങ്ങനെ ഡിമാൻഡിങ് അല്ലെങ്കിൽ ഓക്സിജൻ റിക്വയർമെന്റ് ഡിമാൻഡ് കൂടുതലായിട്ടുള്ള സിറ്റുവേഷൻസ്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കേസ് നോർമൽ കണ്ടീഷൻ ആയിരുന്നു, സെക്കൻഡ് കേസ് പറയുന്നത് ഇന്റൻസ് കണ്ടീഷൻ ലൈക്ക് എക്സസൈസസ്. അപ്പൊ എന്ത് പറ്റുന്നു? ഡിമാൻഡ് ഓഫ് എനർജി ഇൻക്രീസസ് ആൻഡ് ഡിമാൻഡ് ഓഫ് എനർജി കൂടിയാൽ കൺസംഷൻ ഓഫ് ഓക്സിജനും അതിനനുസരിച്ച് എന്ത് പറ്റും? കൂടും. കൺസംഷൻ ഓഫ് ഓക്സിജൻ ഓൾസോ ഇൻക്രീസസ്. കാരണം എന്താ? എനർജി ഇത്രയും അധികം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അധികം മെറ്റബോളിസം നടക്കണം, അല്ലെങ്കിൽ അധികം ഓക്സിഡേഷൻ നടക്കണം. അധികം ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ഓക്സിജൻ റിക്വയർമെന്റ് അതിനനുസരിച്ച് കൂടുതലാണ്. അപ്പോ അങ്ങനെ ഹൈ കൺസംഷൻ ആകുമ്പോൾ പതുക്കെ എന്ത് വരാൻ തുടങ്ങും? ഓക്സിജൻ റിക്വയർമെന്റ് അത്രയും ഹൈ ആണ്, പക്ഷെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബൈ നോർമൽ ബോഡിലി കണ്ടീഷൻസ്. അപ്പൊ എന്ത് പറ്റുന്നുണ്ട്? ഓക്സിജൻ സ്കേർസിറ്റി ഉണ്ടാവുന്നുണ്ട് ചെറിയ തോതിൽ. അപ്പൊ ഓക്സിജൻ സ്കേർസിറ്റി ഉണ്ട്. അപ്പൊ ഡിമാൻഡ് ഓഫ് എനർജി കൂടുതൽ, എങ്ങനെയെങ്കിലും എനർജി ഉണ്ടാക്കണം, പക്ഷെ ഓക്സിജൻ ആണെങ്കിൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ എന്ത് പറ്റും? പതുക്കെ കുറച്ച് അനേറോബിക് റെസ്പിറേഷൻ നടക്കും. ആൻഡ് ഫൈനലി എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കും? റിലീസസ് ലാക്ടിക് ആസിഡ് ടു ഫുൾഫിൽ എനർജി നീഡ്സ്. അപ്പൊ നമ്മൾ എന്ത് നോക്കില്ല? അനേറോബിക് റെസ്പിറേഷനിൽ കുറച്ച് എനർജി റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അനേറോബിക് അണ്ടർഗോ ചെയ്യേണ്ട, എഫിഷ്യന്റ് ആയിട്ടുള്ള എയറോബിക് മാത്രമേ അണ്ടർഗോ ചെയ്യുന്നു. വാശി പിടിച്ചോണ്ടിരുന്നാൽ എന്ത് പറ്റും? വേണ്ട ഓക്സിജൻ റിക്വയർമെന്റ് അപ്പൊ തന്നെ മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഏതാണ് കുറച്ചും കൂടി വയബിൾ ആയിട്ടുള്ള മെത്തേഡ്, അല്ലെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ലാക്ടിക് ആസിഡ് ഉണ്ടാവുമെങ്കിൽ പോലും നമ്മൾ അനേറോബിക് റെസ്പിറേഷൻ അണ്ടർഗോ ചെയ്യുന്നു. ഇനി ഇൻ കേസ് ഓഫ് ഈസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അണ്ടർ deficient conditions of oxygen conditions എന്ത് അണ്ടർഗോ ചെയ്യുന്നുണ്ട്? അഗൈൻ അനേറോബിക് റെസ്പിറേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ആൻഡ് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? എഥനോൾ ആൻഡ് CO2 ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ATP ഈൽഡിന്റെ അവസ്ഥ നോക്കിയിട്ട് മാത്രം, അതായത് കൂടുതൽ ATP ഈൽഡ് ഉണ്ടെങ്കിൽ ഈ പ്രോസസ് അണ്ടർഗോ ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കാൻ നമ്മുടെ ബോഡിക്കോ ഏതൊരാളുടെ ബോഡിക്കോ പറ്റില്ല. കാരണം ഡിഫറെന്റ് കണ്ടീഷൻസിൽ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് കൺസംഷൻ ഓഫ് ഓക്സിജൻ കൂടും. അത്രയും ഓക്സിജൻ മീറ്റ് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് പിന്നെ എയറോബിക് നടക്കില്ല. അപ്പൊ ഏതിലോട്ട് ഷിഫ്റ്റ് ചെയ്യും? അനേറോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോ 2 ATP എന്ന് പറഞ്ഞ് ലാക്ടിക് ആസിഡ് റിലീസ് ഉണ്ടായി അതിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കും? എനർജി നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നു. ഇനി ഈസ്റ്റിന്റെ കേസിൽ എങ്ങനെയാണ്? അഗൈൻ ഡെഫിഷ്യന്റ് ഓക്സിജൻ കണ്ടീഷൻസിൽ അനേറോബിക് റെസ്പിറേഷൻ അണ്ടർഗോ ചെയ്ത് എഥനോൾ ആൻഡ് CO2 റിലീസ് കാണാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഓക്സിജൻ ഇസ് എൻ എസെൻഷ്യൽ റിക്വയർമെന്റ് ഫോർ എയറോബിക് റെസ്പിറേഷൻ ബട്ട് ഇറ്റ് എൻറ്റേഴ്സ് ദി റെസ്പിറേറ്ററി പ്രോസസ് അറ്റ് ദി എൻഡ്. ഡിസ്കസ്. നമുക്കറിയാം എയറോബിക് റെസ്പിറേഷൻ എയറോബിക് എന്ന് വിളിക്കാൻ തന്നെ കാരണം എന്താണ്? ഓക്സിജൻ റിക്വയർമെന്റ് ഉള്ളതുകൊണ്ട്. പക്ഷെ നമുക്കറിയാം റെസ്പിറേറ്ററി പ്രോസസ്സിൽ, അതായത് എയറോബിക് റെസ്പിറേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ഗ്ലൈക്കോളിസിസ്, അത് കഴിഞ്ഞ് ലിങ്ക് റിയാക്ഷൻ നടന്നു, ലിങ്ക് റിയാക്ഷൻ കഴിഞ്ഞ് ക്രെബ്സ് സൈക്കിൾ നടന്നു, ക്രെബ്സ് സൈക്കിൾ കഴിഞ്ഞ് ETS നടന്നു. അപ്പൊ ഇത്രയും amount of steps ഉണ്ട്, ഇത്രയും വലിയ സ്റ്റെപ്സ് ഉണ്ട്. ആൻഡ് നമ്മൾ പഠിച്ചത് എപ്പോഴാണ്? ഓക്സിജൻ ആക്ച്വലി നമ്മൾ യൂട്ടിലിറ്റി കാണുന്നത് ലാസ്റ്റ് സ്റ്റെപ്പായ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ്. അപ്പോ അറ്റ് ദി എൻഡ് മാത്രമേ ഓക്സിജൻ റിക്വയർമെന്റ് ഉള്ളൂ. പക്ഷെ എന്താണ് നമ്മൾ പറയുന്നു? ഓക്സിജൻ ഇസ് എസെൻഷ്യൽ റിക്വയർമെന്റ് ഫോർ എയറോബിക് റെസ്പിറേഷൻ. ഇത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമുക്കറിയാം ഇത്രയും പ്രോസസ് ഉണ്ട്. എയറോബിക് റെസ്പിറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ
എന്തൊക്കെ പ്രോസസ് നമുക്ക് കാണാൻ പറ്റും? ഗ്ലൈക്കോളിസിസ്, ലിങ്ക് റിയാക്ഷൻ, Krebs cycle, electron transport system. ആൻഡ് ഇതില് ഓക്സിജന്റെ റോള് നമ്മൾ എവിടെയാണ് കാണുന്നത്? ടെർമിനൽ സ്റ്റേജ് ഓഫ് ETSന്റെ ടെർമിനൽ സ്റ്റേജിൽ മാത്രമാണ് ഏത് കാണുന്നത്? നമ്മുടെ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ നമുക്ക് എന്തറിയാം? ഗ്ലൈക്കോളിസിസിൽ നടന്നു കഴിഞ്ഞ് ലിങ്ക് റിയാക്ഷനിൽ പോയി ക്രെബ്സ് സൈക്കിളിൽ പോകുമ്പോഴും ഈ സ്റ്റെപ്പിൽ ഇതിവിടെ നിന്ന് പോവാന്ന് വിചാരിച്ചോ, സ്റ്റിൽ നമ്മുടെ എനർജി റിലീസ്ഡ് അല്ലെങ്കിൽ നെറ്റ് ATP റിലീസ്ഡ് എന്തെന്നെയായിരിക്കും? കുറവ് തന്നെയായിരിക്കും. കാരണം എന്താ? ഏറ്റവും ലാസ്റ്റ് ക്രെബ്സ് സൈക്കിളിൽ കുറച്ച് ATP റിലീസ് ചെയ്യുന്നത്, അതിന്റെ കൂടെ തന്നെ NADH2 FADH2 ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ റെസ്പിറേഷന്റെ എൻഡ് ടെർമിനൽ സ്റ്റെപ്പില് ടോട്ടൽ എനർജി റിലീസ്ഡ്, അതായത് അറൌണ്ട് 36 ATP റിലീസ് നടക്കുമ്പോൾ, അങ്ങനെ റിലീസ് നടക്കുമ്പോൾ അതിൽ മെജോറിറ്റി ATP എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നത്. കാരണം എന്താ? NADH2 FADH2 ഒക്കെ റിലീസ് ETSൽ അണ്ടർഗോ ചെയ്യുന്നു ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കയറുന്നു. അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നുണ്ട്? നെറ്റ് റിലീസ് ഓഫ് ATP കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ അത്രയും എനർജി റിലീസ് മെയിൻ ആയിട്ട് നമുക്ക് ഏത് പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസിലാന്ന് പറയാം? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് അതൊരു മേജർ എനർജി റിലീസിന് മേജർ റോള് വഹിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഓക്സിജൻ ടെർമിനൽ സ്റ്റേജിലേക്ക് ആണെങ്കിലും എത്തുന്നതെങ്കിലും ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ് ദി എൻഡ് ഓഫ് റെസ്പിറേറ്ററി പ്രോസസ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ആണ് ഓക്സിജൻ, നമുക്കറിയാം. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ദി ഫൈനർ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ആൻഡ് ആ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് ഓൾസോ ദേ അക്സെപ്റ്റ് ആർ ടേക്ക് അപ്പ് പ്രോട്ടോൺസ് ഫ്രം ദ മീഡിയം ആൻഡ് ഇറ്റ് ഫോംസ് വാട്ടർ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇസ് വെരി വൈറ്റൽ. പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇസ് വെരി വൈറ്റൽ ഇൻ ദി റെസ്പിറേറ്ററി പ്രോസസ്. ആൻഡ് അത് എന്ത് ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ടാണ് വൈറ്റൽ എന്ന് വിളിക്കുന്നതിന്റെ റീസൺ ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഡ്രൈവ്സ് ദി എൻറ്റയർ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ബൈ റിമൂവിങ് ഹൈഡ്രജൻ ഫ്രം ദി സിസ്റ്റം. അപ്പോ അത് ഏത് അക്സെപ്റ്റർ മാത്രമല്ല, ഫൈനൽ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമല്ല, ഓക്സിജൻ ഇസ് ദി ഫൈനൽ അക്സെപ്റ്റർ ഓഫ് പ്രോട്ടോൺസ് ഓൾസോ. ആൻഡ് ഇത് കൂടാണ്ട് നമ്മുടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ എനർജി പ്രൊഡക്ഷന് കാരണക്കാരൻ ആവുന്നുണ്ട് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്തുണ്ട്? ഓക്സിജൻ ഇസ് വൈറ്റൽ. അപ്പൊ നമുക്ക് ഇത്രയും കാരണങ്ങൾ കൊണ്ട് എന്ത് പറയാൻ പറ്റും? ഓക്സിജൻ ദോ കൺസ്യൂംഡ് ഇൻ ദി ലാസ്റ്റ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ടെർമിനൽ സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ, ഇറ്റ്സ് പ്രസൻസ് ഇസ് വെരി വെരി വൈറ്റൽ ഇൻ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഇൻ എനി ഓർഗാനിസംസ് വേർ എയറോബിക് റെസ്പിറേഷൻ ഇസ് സീൻ. ഇനി 6th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, respiration is an energy releasing and enzymatically controlled catabolic process which involves a stepwise oxidative breakdown of organic substances inside living cells. In this statement about respiration, explain the meaning of ഒന്നാമത്തത് stepwise oxidative breakdown, second രണ്ടാമത്തത് organic substances used as substrates. ഇത്രയും കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് തിങ് പറഞ്ഞിരിക്കുന്ന 6th ക്വസ്റ്റ്യനിൽ എന്താണ്? ഇറ്റ് ഇസ് എൻ എനർജി റിലീസിംഗ് പ്രോസസ്. എൻസൈമിന്റെ നീഡ്സ് ഉണ്ട്, അതുകൊണ്ട് എൻസൈമാറ്റിക്കലി കൺട്രോൾഡ് പ്രോസസ് ആണ്. ആൻഡ് ഓൾസോ കാറ്റബോളിക് പ്രോസസ് ആണ്. കാരണം എന്താ? ഒരു ഹോൾ പോയിന്റ് ഓഫ് വ്യൂ എടുത്ത് നോക്കിയാൽ എന്താ തന്നെയാണ് നടക്കുന്നത്? ഗ്ലൂക്കോസിനെ ഓക്സിഡേഷൻ നടത്തി പൊട്ടിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്നതാണ് നടക്കുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് എ കാറ്റബോളിക് പ്രോസസ് ആൻഡ് ഓൾസോ അതിൽ സ്റ്റെപ്പ് വൈസ് ഓക്സിഡേറ്റീവ് ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ് നടക്കുന്നുണ്ട് ഇൻസൈഡ് ദി ലിവിങ് സെൽസ്. ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്റ്റെപ്പ് വൈസ് ഓക്സിഡേറ്റീവ് ബ്രേക്ക് ഡൗൺ. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് സ്റ്റെപ്പ് വൈസ് ഓക്സിഡേറ്റീവ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്? അതായത് NCERTയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ആണ്. ഇൻ ദി സെൽ
അല്ലെങ്കിൽ വിത്തിൻ ദി സെൽ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഡ്യൂറിങ് ഓക്സിഡേഷൻ എന്ത് പറ്റുന്നുണ്ട്? നമുക്കറിയാം ഓക്സിഡേഷൻ നടക്കുന്നത് ഗോൾ എന്താണ്? ടു റിലീസ് ആസ് മച്ച് as എനർജി പോസിബിൾ. പക്ഷെ ഈ എനർജി എവിടെയാണ് കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സിൽ. ഈ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സിനെ പൊട്ടിച്ച് ഓക്സിഡൈസ് ചെയ്ത് എനർജി ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ സെല്ലിൽ എങ്ങനെയാണ്? ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഒറ്റയടിക്ക് ഓൾ ദ എനർജി contained in the substrate is not released as a whole in a single step. During oxidation, within the cell, all energy contained in respiratory substrates is not released free into the cell or as a whole in a single step. ഇങ്ങനെയല്ല നടക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ചോദിക്കാനും ചിലപ്പോൾ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെയല്ല റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരുമിച്ചല്ല എനർജി റിലീസ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്? എനർജി ഈസ് റിലീസ്ഡ് ഇൻ എ സീരീസ് ഓഫ് സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസ്. സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസ്, സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസ് കൺട്രോൾഡ് ബൈ എൻസൈംസ് ആൻഡ് നമ്മുടെ എൻസൈം കൺട്രോൾഡ് എൻസൈമാറ്റിക് പ്രോസസ് അണ്ടർഗോ ചെയ്ത് ചെറിയ 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 സ്റ്റെപ്പ് വൈസ് പ്രോസസ് നടന്ന് പതുക്കെ സ്ലോ റിലീസ് ഓഫ് എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് അത് ഒറ്റയടിക്ക് നോട്ട് റിലീസ്ഡ് ഫ്രീ. പിന്നെ എങ്ങോട്ടേക്കാണ് റിലീസ് ചെയ്യുന്നത്? ഇൻ ദി ഫോം ഓഫ് ATP. നോട്ട് റിലീസ്ഡ് ഫ്രീന്റെ കൗണ്ടർ പാർട്ട് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ റിലീസ്ഡ് എനർജി സ്റ്റെപ്പ് വൈസ് ഇസ് ട്രാപ്ഡ് വിത്തിൻ എ മോളിക്യൂൾ വിച്ച് ഇസ് energy currency of the cell in the form of ATP in the form of chemical energy. അപ്പോൾ അതിന്റെ ഗുണം എന്താ? ATP ആയിട്ട് സിന്തസൈസ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് പറ്റും? ദ എനർജി റിലീസ്ഡ് ബൈ ഓക്സിഡേഷൻ ഇൻ റെസ്പിറേഷൻ നമുക്ക് എങ്ങനെ ATP ആയിട്ട് ആദ്യം സിന്തസൈസ് ചെയ്തു. ആൻഡ് ATP നമുക്ക് ആവശ്യമുള്ളപ്പോൾ എങ്ങനെ ഈ കെമിക്കൽ ബോൺസ് ഇൻസൈഡ് ദി ATP വിത്തിൻ ATP അതിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ ബോൺസ് ബ്രേക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എനർജി ആവശ്യമുള്ളപ്പോൾ റിലീസ് ചെയ്യാം. അപ്പൊ അത്രയും നേരം ഒറ്റയടിക്ക് സെല്ലിലേക്ക് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ ATP ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ആൻഡ് ATP നമുക്ക് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ATP is broken down and utilized. അപ്പോൾ ഇതാണ് ഏത് പറയുന്നത്? ദ ടേം സ്റ്റെപ്പ് വൈസ് ഓക്സിഡേറ്റീവ് ബ്രേക്ക് ഡൗൺ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതില് ഇത്രയും ഭാഗം ഡയറക്ട്ലി ഫ്രം NCERT എടുത്തിരിക്കുന്ന സെന്റൻസ് ആണ്. Series of stepwise reactions controlled by enzymes and is trapped in the form of chemical energy called ATP. And ATP breakdown ചെയ്ത് ആവശ്യമുള്ളപ്പോൾ എത്ര എനർജി എന്ന് വെച്ചാൽ നമുക്ക് റിലീസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് പാർട്ട് ചോദിച്ചിരുന്നത് ഓർഗാനിക് സബ്സ്റ്റൻസ് യൂസ്ഡ് ആസ് സബ്സ്ട്രേറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓർഗാനിക് സബ്സ്റ്റൻസസ് യൂസ്ഡ് ആസ് സബ്സ്ട്രേറ്റ്സ്? നമുക്കറിയാം ദ കമ്പൗണ്ട്സ് വിച്ച് ആർ ഓക്സിഡൈസ്ഡ്. ഓർഗാനിക് സബ്സ്റ്റൻസസ് used as substrates എന്ന് വെച്ചാൽ എന്താണ്? The compounds oxidized during the process of respiration. ഇവരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ്. ഇനി റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് നമ്മൾ ഏതൊക്കെ പഠിച്ചിരുന്നു? മെയിൻലി യൂഷ്വലി യൂട്ടിലൈസ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് അല്ലാണ്ട് വേറെ എന്തൊക്കെ കാണാൻ പറ്റും? പ്രോട്ടീനും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണമെങ്കിൽ ഫാറ്റും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് ചില പ്ലാന്റ്സിൽ എന്തും കൂടി സർട്ടൻ കണ്ടീഷൻസിൽ ഓർഗാനിക് ആസിഡ്സ് നമ്മൾ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് പറയുന്ന ഓർഗാനിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതല്ലാണ്ട് പ്രോട്ടീനും ഫാറ്റും ഓർഗാനിക് ആസിഡ്സും ഇൻ സർട്ടൻ പ്ലാന്റ്സ് ആൻഡ് സർട്ടൻ കണ്ടീഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് ആസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി സെവൻത് ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ദി സ്റ്റേറ്റ്മെന്റ്. ഒരു മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെവൻത് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ സെവൻത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കമന്റ് ഓൺ ദി സ്റ്റേറ്റ്മെന്റ് റെസ്പിറേഷൻ ഇസ് an energy producing process but ATP is being used in some steps of the process. അപ്പൊ നമുക്കറിയാം റെസ്പിറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിന്റെ ഗോൾ തന്നെ എന്താണ്? പ്രൊഡ്യൂസ് അല്ലെങ്കിൽ റിലീസ് എനർജി. പക്ഷെ എനർജി ആവശ്യമുള്ള ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾസോ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ സ്റ്റെപ്പ് വൈസ് സീരീസ് ഓഫ് പ്രോസസ്സിൽ ഈ സ്റ്റെപ്പ് വൈസ് പ്രോസസ്സിൽ നമുക്ക് എന്തും കൂടി കാണാം? ദർ ഇസ് കൺസംഷൻ ഓഫ് ATP ഇൻ സം ഓഫ് ദി പ്രോസസ്. പിന്നെ അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ നമുക്കൊന്ന് പിന്നെന്തിനാ നമ്മള് റെസ്പിറേഷൻ അണ്ടർഗോ ചെയ്യുന്നത് ഇഫ് എ ടി പി ഇസ് ആക്ച്വലി നീഡഡ് അല്ലെങ്കിൽ ഇസ് ആക്ച്വലി കൺസ്യൂംഡ് ഇൻ സച്ച് എ പ്രോസസ്. എന്താണ് നമുക്കറിയാം റെസ്പിറേറ്ററി പാത്ത് എടുത്ത് നോക്കിയാൽ സം സ്റ്റെപ്സ് റിക്വയർ എ ടി പി അല്ലെങ്കിൽ സം സ്റ്റെപ്സ് റിക്വയർ കൺസംഷൻ ഓഫ് എ ടി പി. അങ്ങനെ കൺസ്യൂം ചെയ്തിട്ടാണ് നമുക്ക് എ ടി പി പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോസസ്സിന്റെ അർത്ഥം എന്താണെന്നാണ് നമ്മൾ ആക്ച്വലി ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്, ചില സ്റ്റെപ്സിൽ നമ്മൾ അതായത് ഇൻ ഗ്ലൈക്കോളിസിസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ചെയ്തു, ഫോസ്ഫേറ്റിലേക്ക് ആക്കി. അപ്പൊ നമ്മൾ ഒരു എ ടി പി കൺസ്യൂം ചെയ്തു. പക്ഷെ നമുക്കറിയാം എന്ത് അറ്റ് ദി എൻഡ് ഓഫ് റെസ്പിറേറ്ററി പ്രോസസ് നമുക്ക് ആക്ച്വലി എത്ര എ ടി പി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ കൺസംഷനെ കാട്ടി എത്രയോ കൂടുതൽ എ ടി പി ആണ് പ്രൊഡക്ഷൻ ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് 1 or 2 എ ടി പി വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ യൂട്ടിലൈസും ചെയ്യാം. കാരണം എന്താ, അത് എഫിഷ്യന്റ്ലി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് അറ്റ് ദി എൻഡ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ചെയ്ത 2-3 എ ടി പിനെ കാട്ടി എത്രയോ മടങ്ങ് കൂടുതലായതുകൊണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് റെസ്പിറേറ്ററി പ്രോസസ് എന്തുണ്ടാവുന്നുണ്ട്, മെനി മോർ എ ടി പിസ് ആർ പ്രൊഡ്യൂസ്ഡ് മോർ ദൻ ദോസ് കൺസ്യൂംഡ്. അപ്പോ കൺസംഷൻ ഓഫ് എ ടി പി നമുക്ക് എവിടെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്. കൺസംഷൻ ഓഫ് എ ടി പി ഇൻ റെസ്പിറേഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് ഗ്ലൈക്കോളിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ 2 മോളിക്യൂൾസ് ഓഫ് എ ടി പി ആർ കൺസ്യൂംഡ് ഇൻ ഏതൊക്കെ സ്റ്റെപ്പില്, ഒന്നാമത്തത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കണമെങ്കിൽ എന്ത് വേണം, ഇവിടെ ഒരു എ ടി പി ആഡ് ചെയ്യണം. അപ്പോൾ ഒരു എ ടി പി ഇസ് കൺസ്യൂംഡ്. ആൻഡ് സെക്കൻഡ്ലി നമുക്ക് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആക്കണമെങ്കിൽ അഗെയിൻ എ ടി പി ഇസ് കൺസ്യൂംഡ്. അപ്പോ നമ്മൾ ഇൻ ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻ എയറോബിക് റെസ്പിറേഷൻ 2 എ ടി പി ഇസ് യൂസ്ഡ് അപ്പ് ഇൻ ദി പ്രിപ്പറേറ്ററി ഫേസ് ഓഫ് പ്രിപ്പറേറ്ററി ഫേസ് ഓഫ് ഗ്ലൈക്കോളിസിസ്. പക്ഷെ നെറ്റ് ഗെയിൻ ഓഫ് എ ടി പി എത്രയാണ്, നെറ്റ് ഗെയിൻ ഓഫ് എ ടി പി ഇൻ എയറോബിക് റെസ്പിറേഷന്റെ നെറ്റ് ഗെയിൻ ഓഫ് എ ടി പി എന്ന് പറയുന്നത് 38 എ ടി പി മോളിക്യൂൾസ് ആണ് ഫോർ 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് കൺസ്യൂം ചെയ്ത് 38 എ ടി പി ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോ നമുക്ക് ഏതാണ് ഈ 2 എ ടി പി കൺസ്യൂം ചെയ്യുന്നത് എത്ര കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, 38 എ ടി പി അത്രയും കൂടുതൽ എമൗണ്ട് ഓഫ് എ ടി പി പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടി നമുക്ക് 2 എ ടി പി ആക്ച്വലി ഇൻപുട്ടിൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നഷ്ടം എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ റെസ്പിറേഷനെ എന്തെന്ന് വിളിക്കും, എ ടി പി ഇസ് ആക്ച്വലി കൺസ്യൂംഡ് but is very less compared to the amount of energy അല്ലെങ്കിൽ amount of net ATP produced at the end of reaction. അപ്പൊ നമുക്ക് അതൊരു മെറ്റബോളിക്കലി വേസ്റ്റ് പ്രോസസ് എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം എഫിഷ്യൻസി അത്രയും കൂടുതലാണ് ആൻഡ് ഔട്ട്പുട്ട് ഇസ് മച്ച് മോർ ദാൻ ഇൻപുട്ട്. ഇത്രയാണ് 7th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ the figure given below shows the steps in glycolysis. Fill in the missing steps A, B, C, D and also indicate whether ATP is being used up or released at step E. അപ്പോൾ ഇത് ഫിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം, ഗ്ലൈക്കോളിസിന്റെ സ്റ്റെപ്പ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് ഗ്ലൈക്കോളിസ് എടുത്തോ, ഇത് NCERT അഗെയിൻ സെയിം ഡയഗ്രാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി. ഇനി ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്താവും, ഈ എ എന്ന് പറയുന്നത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആണ്, കാരണം ഐസോമറേസ് ഉപയോഗിച്ച് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആവുന്നു. ആൻഡ് അഗെയിൻ ഇ എന്ന് പറയുന്ന ഒരു സാധനം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് അഗെയിൻ ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കിട്ടാണ്. നമുക്കറിയാം ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്താണ്, ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആണ്. ഇനി ഇവിടെ ഒരു അഡീഷണൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡഡ് ആണ്. അപ്പൊ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു എ ടി പി യൂട്ടിലൈസേഷൻ ആണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇ എന്ന് പറയുന്നത് എ ടി പി ആവുന്ന അവസ്ഥ. ഇനി ബി ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പില് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, സി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത് 2 മോളിക്യൂൾ ആയിട്ട്. നമുക്കറിയാം ഒന്ന് PGAലും ഒന്ന് DHAP ആണ്. അപ്പോ സി എന്ന് പറയുന്നത് ഏതായിരിക്കും, 3PGAL ആയിരിക്കും, ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ്. അപ്പൊ സി PGAL ആണെന്ന് മനസ്സിലായി. ഇനി ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ഈ ട്രയോസ് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ DHAPയും ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡും രണ്ടും കൺവേർട്ട് ചെയ്ത് നമുക്ക് 2 മോളിക്യൂൾ ഓഫ് എന്ത് കിട്ടുന്നുണ്ട്, ഡി എന്ന് പറയുന്നത് 1,3 ബിസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഇനി ആ ഡിയിൽ നിന്ന് ADP കൺസ്യൂം ചെയ്ത് ഒരു ATP റിലീസ് വരികയാണ് ആദ്യമായിട്ട് ഇൻ ദി സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോളിസിസ്, ഇൻ ദി പ്രോസസ് ഓഫ് ഗ്ലൈക്കോളിസിസ്.
അങ്ങനെ നമുക്ക് രണ്ട് എന്ത് കിട്ടി, 3-phosphoglyceric acid കിട്ടി. ആൻഡ് അതൊരു 3 carbon ആണ്. അഗെയിൻ അത് എന്തുണ്ടാക്കുന്നുണ്ട്, 2-phosphoglycerate ഉണ്ടാക്കുന്നുണ്ട്. 2-phosphoglycerate ഒരു വാട്ടർ റിലീസ് ചെയ്ത് എന്തുണ്ടാക്കുന്നു, 2-phosphoenol pyruvate ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഒരു പൈറുവിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഈ രണ്ട് പ്രോസസ്സിന്റെയും ഇൻപുട്ട് ഇതിൽ ഉള്ളതുകൊണ്ടാണ് ഈ ഡി തൊട്ട് ഉള്ളതെല്ലാം എങ്ങനെയായിരിക്കും, രണ്ടെണ്ണം വീതം ഉണ്ടാവുന്നുണ്ട്. ഇവിടെയും 2 ഇൻറ്റു ഉണ്ട്, ഇവിടെയും 2 ഇൻറ്റു ഉണ്ട്, ഇവിടെയും 2 ഇൻറ്റു ഉണ്ട്. ഫൈനലി 2 പൈറുവിക് ആസിഡും ഉണ്ടാവുന്നുണ്ട്. അപ്പോ എ ബി സി ഡി എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഓൾസോ ഇൻഡിക്കേറ്റ് വെദർ ATP is being used up or released at step E. ഇയിൽ എന്താണ് നടക്കുന്നത്, ATP യൂട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. ATP is utilized in step E. ഇത്രയാണ് ഏത് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി 9th ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന why is respiratory pathway referred to as an amphibolic pathway, explain. അപ്പൊ നമുക്കറിയാം എന്ത്, റെസ്പിറേറ്ററി പാത്വേനെ നമ്മൾ വിളിക്കുന്നത് ആംഫിബോളിക് പാത്വേ ആണ് ആൻഡ് നോട്ട് ആനബോളിക് ഓർ കാറ്റബോളിക്. റെസ്പിറേറ്ററി പാത്വേയിൽ എന്ത് നടക്കുന്നുണ്ട്, ആനബോളിസം നടക്കുന്നുണ്ട്, ഓൾസോ കാറ്റബോളിസം നടക്കുന്നുണ്ട്. ആനബോളിസം പ്ലസ് കാറ്റബോളിസം, അതായത് സിന്തസിസ് ആൻഡ് ബ്രേക്ക് ഡൗൺ ബോത്ത് നമുക്ക് റെസ്പിറേറ്ററി പാത്വേയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ആ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ആംഫിബോളിക് പാത്വേ. ആൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ എന്താണ്, ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾസ് നടക്കുന്നുണ്ട് ആൻഡ് മേക്കിംഗ് ഓഫ് മോളിക്യൂൾസും നടക്കുന്നുണ്ട്. അപ്പോ വെൻ എനർജി ഈസ് റിക്വയർഡ്, ഒരു സെല്ലിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഏതെങ്കിലും ഒരു റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഇസ് ബ്രോക്കൺ ഡൗൺ, എന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, നമുക്കറിയാം ഗ്ലൂക്കോസ് ഗ്ലൈക്കോൾസ് അണ്ടർഗോ ചെയ്യും, അത് കഴിഞ്ഞ് പൈറുവിക് ആസിഡ് അണ്ടർഗോ ചെയ്യും. ആൻഡ് ഫൈനലി ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് നമുക്ക് അസറ്റൈൽ കോയെ കാണാൻ പറ്റും. ആൻഡ് ഈ അസറ്റൈൽ കോയാണ് കാർബോഹൈഡ്രേറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും ഫാറ്റ് ആയാലും റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് എല്ലാം ഒന്നിക്കുന്ന മേജർ സ്റ്റെപ്പ്. അപ്പോൾ അവിടെ അസറ്റൈൽ കോയ ഉണ്ടായി. ആൻഡ് ഫർദർ ബാക്കിയുള്ള അസറ്റൈൽ കോയന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് നടക്കും. അപ്പൊ ഇവിടെ ഫോർമേഷൻ ഓഫ് അസറ്റൈൽ കോയ നമുക്ക് കാണാൻ പറ്റും. ഇനി ബോഡി റിക്വയർമെന്റ് എങ്ങനെയായിരിക്കും, ബോഡി റിക്വയർമെന്റ് ഇൻ കേസ് ഓഫ് if the body requires fatty acids or proteins, നമ്മുടെ റെസ്പിറേറ്ററി പാത്വേ പതുക്കെ നിന്ന് ഈ സെയിം അസറ്റൈൽ കോയ is utilized and fatty acids are manufactured. അസറ്റൈൽ കോഎ യൂട്ടിലൈസേഷൻ ടു സിന്തസൈസ് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഫാറ്റി ആസിഡ് ഓർ പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ബ്രോക്കൺ ഡൗൺ, അതായത് കാറ്റബോളിസം. അതേസമയം സെക്കൻഡ് സ്റ്റെപ്പിൽ ബോഡി റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ അസറ്റൈൽ കോയെ യൂട്ടിലൈസ് ചെയ്ത് സിന്തസിസ് ആണ് നടക്കുന്നത്, വിച്ച് ഇസ് ആനബോളിസം. അപ്പോൾ ഇങ്ങനെ കാറ്റബോളിസും ആനബോളിസും ഉള്ളതുകൊണ്ട് നമ്മൾ റെസ്പിറേറ്ററി പാത്വേനെ എന്തെന്ന് വിളിക്കുന്നു, ആംഫിബോളിക് പാത്വേ. ആൻഡ് ഇത് കൂടാണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് ഡ്യൂറിങ് റെസ്പിറേഷൻ നമുക്ക് പല കോംപ്ലക്സസും ബ്രേക്ക് ഡൗൺ കാണാം. ആൻഡ് അതായത് കോംപ്ലക്സ് മോളിക്യൂൾസ് സിംപ്ലർ മോളിക്യൂൾ ആയിട്ട് ബ്രേക്ക് ഡൗൺ കാണാം ടു ഒബ്റ്റെയിൻ എനർജി. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ്, ഫാറ്റ്സ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ആൻഡ് ഈ ഫാറ്റി ആസിഡ്സ് ഫർദർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, നമ്മൾ ഇതുവരെ ഓൾറെഡി പറഞ്ഞ അസറ്റൈൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആക്കി ആൻഡ് ഫൈനലി അസറ്റൈൽ കോയ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് സിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ് റിക്വയർമെന്റ് ആവശ്യമുള്ള സമയത്ത്, സിന്തസിന്റെ സമയത്ത് നമുക്ക് എന്ത് വേണം, ഈ അസറ്റൈൽ കോയ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ആനബോളിക് പ്രോസസ് വഴി നമുക്ക് വേണ്ട ഫാറ്റി ആസിഡോ പ്രോട്ടീനോ എന്താന്ന് വെച്ചാൽ സിന്തസൈസ് ചെയ്യുന്നു. അപ്പോ ഡ്യൂറിങ് സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയ അമിനോ ആസിഡ് വിഡ്രോ ചെയ്ത് സിന്തസിസ് ആണ് കൂടുതൽ നടക്കുക. അപ്പോൾ ഈ റെസ്പിറേറ്ററി പാത്വേയിൽ എന്തുണ്ടാവും, രണ്ടും ഉണ്ടാവും, ആനബോളിസം ആൻഡ് കാറ്റബോളിസം. സോ വി കോൾ ഇറ്റ് ആസ് ആംഫിബോളിക് പാത്വേ. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, we commonly call ATP as the energy currency of the cell. Can you think of some other energy carriers present in a cell? Name 2. Energy carrier എന്ന് പറഞ്ഞാൽ a molecule, അതായത് ആ മോളിക്യൂൾ എന്തൊക്കെ കഴിവേണം, അതായത് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റണം, എനർജി റിസീവ് ചെയ്യാൻ പറ്റണം, എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. മോളിക്യൂൾ that stores energy within the cell, transfers energy in need, and also receives energy.
സ്റ്റോറിംഗ് ഓഫ് എനർജി, ട്രാൻസ്ഫറിംഗ് ഓഫ് എനർജി ആൻഡ് റിസീവിംഗ് ഓഫ് എനർജി നമുക്ക് കാണാൻ പറ്റണം. ആൻഡ് ഈ എനർജി ഉപയോഗിച്ച് നമുക്ക് എന്ത് ഇതാണ് ഗുണമാണ് ഉണ്ടാവുന്നത്? ടു ഫെസിലിറ്റേറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻസൈഡ് ദി സെൽ. അപ്പോ മേജർ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എനർജി കാരിയർ നമുക്ക് എന്താണ് ഏറ്റവും അറിയാവുന്നത്, ഏറ്റവും കൂടുതൽ കാണുന്നത് ATP. അത് കൂടാണ്ട് നമുക്ക് എന്തൊക്കെ കാണാം? NADPH. അതും എങ്ങനെയാണ് നമുക്ക് എനർജി കാരിയേഴ്സ് ആയിട്ട് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ FADH2. ഇതും എങ്ങനെയാണ് എനർജി കാരിയേഴ്സ് ആയിട്ട് കാണാൻ പറ്റും. കാരണം അത് ഫർദർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ പോയിട്ട് എനർജി റിലീസിന് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ച NADPH ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് 3 ATP തരുന്നുണ്ട്. ആൻഡ് FADH2 അതേപോലെ 2 ATP തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? എനർജി കാരിയേഴ്സിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നെയിം NE2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു NADPH ആൻഡ് FADH2. ഇനി 11th ക്വസ്റ്റ്യൻ കിടക്കുകയാണെങ്കിൽ ATP produced during glycolysis is a result of എന്ത്? substrate level phosphorylation. Explain. substrate level phosphorylation എന്ന് പറഞ്ഞ ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിയോന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. What is a substrate level phosphorylation? എന്താണ് നമുക്കറിയാം. ചില സ്ഥലത്ത് എന്ത് നടക്കുന്നുണ്ട്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ നടക്കാറുണ്ട്. ചില സ്ഥലത്ത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ നടക്കാറുണ്ട്. ഇനി ഇൻ കേസ് ഓഫ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ ATP ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? ATP ഉണ്ടാവാൻ ATP is synthesized from ADP and inorganic phosphate. അതായത് in substrate level phosphorylation there is no electron transport system, no ETS, അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്കില്ല. ആൻഡ് അതേപോലെ തന്നെ വേറെന്തില്ല? നോ കെമി ഓസ്മോസിസ്. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഡയറക്ട്ലി ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് ചേർന്ന് എന്തുണ്ടാവുന്നുണ്ട്? ATP ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ മെയിൻ പോയിന്റ് ഇതാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ സഹായം വേണ്ട, കെമി ഓസ്മോസിസ് ഒന്നും നടക്കാണ്ട് ഡയറക്ട്ലി സബ്സ്ട്രേറ്റിനെ വെച്ച് നമ്മൾ ഫോസ്ഫറൈലേറ്റ് ചെയ്ത് ATP പ്രൊഡക്ഷൻ നടക്കാണ്. ആൻഡ് നമ്മുടെ റെസ്പിറേഷനിൽ ഗ്ലൈക്കോളിസിസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? 2 റിയാക്ഷൻസിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ കാണാൻ പറ്റുന്നുണ്ട്. 2 റിയാക്ഷൻസ് ഇൻ glycolysis with substrate level phosphorylation. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് 1,3-bis-phosphoglyceric acid എന്തുണ്ടാക്കുന്നുണ്ട്? 2-phosphoglyceric acid ആവുമ്പോൾ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ATP is produced. അതുപോലെ തന്നെ phosphoenol pyruvic acid എന്തുണ്ടാക്കുന്നുണ്ട്? പൈറുവിക് ആസിഡ് ഉണ്ടാവുമ്പോൾ അഗെയിൻ എന്തുണ്ടാവുന്നുണ്ട്? ATP is released. അപ്പോൾ ഈ 2 റിയാക്ഷൻസ് ഇൻ ഗ്ലൈക്കോളിസിസ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എക്സാമ്പിൾ ആണ്. ആൻഡ് ഇൻ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ എന്താണ് നടക്കുന്നത്? ഫോർമേഷൻ ഓഫ് ATP ബൈ ഡിറക്റ്റ് ട്രാൻസ്ഫർ ആൻഡ് ഡൊണേഷൻ ഓഫ് നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ADPയിലേക്ക് ആഡ് ചെയ്ത് ATP ഡയറക്ട്ലി സിന്തസൈസ് നടക്കാണ് ഫ്രം എ ഫോസ്ഫോറൈലേറ്റഡ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്. അതിന്റെ എക്സാമ്പിളും ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2 എണ്ണം. ആ 2 എക്സാമ്പിൾ ഏത് തന്നെയാണ്? ഈ 2 എക്സാമ്പിൾ ആണ് ഇൻ വിച്ച് ATP is directly produced. ഇത് രണ്ടും എന്താന്ന് പറയാൻ പറ്റും? 2 സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും. അതായത് 1,3-bis-phosphoglyceric acid 3-phosphoglyceric acid ആവുന്നതും 2-phosphoenol pyruvate pyruvic acid ആവുന്നതും they are substrate level phosphorylations. ഇനി 12th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 11th ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയും ആണ്. ഇനി 12th ക്വസ്റ്റ്യനിലേക്ക് നടക്കുകയാണെങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡു യു നോ എനി സ്റ്റെപ്പ് ഇൻ TCA cycle, tricarboxylic acid cycle or Krebs cycle, where there is substrate level phosphorylation? Which one ആണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? TCAയിൽ കുറെ ATP റിലീസ് നമുക്ക് ഉണ്ടെന്ന് അറിയാം. ഇതില് സക്സിനൈൽ കോഎൻസൈമെ സക്സിനിക് ആസിഡ് ആവുന്ന സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ എന്ത് റിലീസ് നടക്കുന്നുണ്ട്? 1-GTP is synthesized. ആൻഡ് ഈ GTP സിന്തസിസ് നടക്കുന്നത് ഏതാണ്? ഇറ്റ് ഇസ് എ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. Directly ATP is produced without the help of chemiosmosis or electron transport system.
അപ്പോൾ ഇക്വേഷൻ ആൻസർ ആണ് ഇത്രയും. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ്. ഈ GTP സിന്തസിന്റെ സ്റ്റെപ്പ് സക്സിനിക് ആസിഡ് സിന്തസിസ് ഫ്രം സക്സിനൈൽ കോഎൻസൈമെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇൻ ക്രെബ്സ് സൈക്കിൾ. ഇത് ക്യാരക്ടറൈസ് ചെയ്യുന്ന എൻസൈം ഏതാന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? സക്സിനൈൽ കോഎൻസൈമെ സിന്തേറ്റേസ്. ഇതാണ് 12th ക്വസ്റ്റ്യൻ ആൻസർ. 12th ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇവിടെ കാണുന്നത് 15th ക്വസ്റ്റ്യൻ ആണ്. 13th and 14th ക്വസ്റ്റ്യൻ ഓക്കെ, ഇത് 13th ക്വസ്റ്റ്യൻ ആണ്. 15 ഇറ്റ്സ് എൻ എറർ, അല്ലെങ്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇവിടെ അഗെയിൻ 15 ഉണ്ട്. അപ്പൊ 13th ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യും വേണ്ടി തേർഡ് പാർട്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. 12th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. 13th ക്വസ്റ്റ്യൻ തൊട്ട് നാളെ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.